നമസ്കാരം. ഇന്നലെ യു എസ് മാർക്കറ്റുകളെല്ലാം ക്ലോസ് ചെയ്തത് നെഗറ്റീവിലാണ്. ഡൗ ജോൺസ് 0.54%, S&P 500 0.28%, നാസ്ഡാക്ക് 0.31% നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അമേരിക്കയിൽ ഇന്നലെ വന്ന പ്രധാനപ്പെട്ട ഡേറ്റകളിൽ അവിടെ ഡിസംബറിലെ വിദേശ വ്യാപാര കമ്മി കൂടിയതായിട്ടാണ് ഡേറ്റ കാണിക്കുന്നത്. അതുപോലെ അവിടെ ഫാക്ടറി ഔട്ട്പുട്ട് അതിന്റെ ഉത്പാദനം കൂടിയതായിട്ട് ഡേറ്റ കാണിക്കുന്നത്. ജോബ്ലെസ് ക്ലെയിം അപേക്ഷിച്ചവരുടെ എണ്ണം കുറയുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതെല്ലാം ഒരുപക്ഷെ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത ഇല്ലാതാക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസത്തെ ഫെഡിന്റെ മീറ്റിംഗിൽ രണ്ട് അഭിപ്രായമാണ് ഉണ്ടായത്. ഏതാണ്ട് ഇനി ഇൻഫ്ലേഷൻ കൺട്രോൾ ആയിട്ട് മതി ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നത് എന്നുള്ള തരത്തിലുള്ള അഭിപ്രായമൊന്നും, അല്ലെങ്കിൽ വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടേണ്ടി വരും എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും നടന്നതായിട്ടാണ് മിൻസ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതേ തുടർന്നുള്ളൊരു നെർവസ്നെസ് അമേരിക്കൻ മാർക്കറ്റിലുണ്ട്. ഇത് കൂടാതെ തന്നെ വാൾമാർട്ട് അവരുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്നലെ പബ്ലിഷ് ചെയ്തിരുന്നു. അതിനകത്ത് സെയിൽസ് പ്രൊജക്ഷൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നതിനേക്കാളും കുറവാണ്. അത് മാർക്കറ്റിനെ നിരാശപ്പെടുത്തി. വാൾമാർട്ടിന്റെ സ്റ്റോക്ക് 2.2% നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇതൊക്കെയാണ് അമേരിക്കൻ മാർക്കറ്റിനെ പ്രധാനമായിട്ടും ഇന്നലെ നെഗറ്റീവിലേക്ക് നയിച്ചത്. മറ്റൊന്ന്, ഇറാനുമായിട്ടുള്ള ആ ചർച്ച, അത് ഇറാനെ ഈ ആഴ്ച അവസാനം ആക്രമിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ ഇസ്രായേലി മാധ്യമങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതേ തുടർന്നുള്ള ഒരു അൺസർട്ടിറ്റി വന്നിട്ടുണ്ട്. അതുപോലെ 10 ദിവസത്തെ തീരുമാനമെടുക്കാൻ 10 ദിവസമാണ് ട്രംപ് ഇറാൻ അനുവദിച്ചിരുന്നത്. അനുകൂലമായിട്ട് തീരുമാനം എടുത്തില്ലെങ്കിൽ വീണ്ടും ആക്രമിക്കും, എല്ലാവിധ യുദ്ധസന്നാഹങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഉണ്ടാകുന്ന ക്രൂഡ് ഓയിൽ പ്രൈസ് കൂടാനിടയാക്കും. ഇത് ക്രൂഡ് ഓയിൽ കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലേക്കൊക്കെ ഇൻഫ്ലേഷൻ കൂടാനുള്ള ഒരു കാരണമാകും. അപ്പോൾ അത്തരത്തിലുള്ള അൺസർട്ടനിറ്റി പൊതുവെ മാർക്കറ്റിലുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ 3 ദിവസമായിട്ട് നല്ല പോസിറ്റീവായിട്ട് പോയ മാർക്കറ്റാണ്. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് അത്രയും പോയിന്റോളം ഇടിഞ്ഞ് വീണ്ടും 25,400 ലെവലിലേക്ക് എത്തിയത്. നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും പ്രോഫിറ്റ് ബുക്കിംഗ്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഒക്കെയാണ് പ്രധാനപ്പെട്ട കാരണം. ഇനി മറ്റൊന്ന്, ഡേറ്റ നോക്കുകയാണെങ്കിൽ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റിൽ ഒരു വലിയൊരു അഡ്ജസ്റ്റ്മെന്റ്, ഒരു ചേഞ്ച് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. FIs പ്രോ ട്രേഡേഴ്സും അവരുടെ പൊസിഷൻ ചേഞ്ച് ചെയ്തതായിട്ടുള്ള ആണ് ഡേറ്റ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്. ഇനി എല്ലാ സെക്ടറിലും ഈ സെല്ലിംഗ് പ്രധാനമായിട്ട് കണ്ടിരുന്നു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇന്നലെ സെല്ലേഴ്സ് ആയിരുന്നു. ഇനി ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റകൾ ജപ്പാന്റെ കൺസ്യൂമർ ഇൻഫ്ലേഷൻ ഡേറ്റയാണ്. ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിട്ടുണ്ട്. അത് അല്പസമയത്തിന് മുമ്പാണ് വന്നത്. ഇൻഫ്ലേഷൻ ഡേറ്റ കുറഞ്ഞതായിട്ടാണ് ഡേറ്റ കാണിക്കുന്നത്. അതുപോലെ ജപ്പാന്റെ ഫാക്ടറി ആക്ടിവിറ്റി 4 വർഷത്തെ ഹയർ ലെവലിൽ ആണ് കാണിക്കുന്നത്. ജപ്പാന്റെ PMI ഡേറ്റയും പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സും കൂടിയതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ജപ്പാൻ മാർക്കറ്റ് ഇപ്പോൾ മൈനസിലാണ് ട്രേഡ് നടക്കുന്നത്. ഇനി ചൈനീസ് മാർക്കറ്റ്, ഹോങ്കോങ് മാർക്കറ്റും ഒക്കെ ഇന്ന് അവധിയാണ്. ഇനി മറ്റൊരു ഡേറ്റ വരാനുള്ളത് 10:30 ഇന്ത്യയുടെ പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡേറ്റ വരും. അതുപോലെ തന്നെ ജർമ്മനി, UK, യൂറോപ്പ് എന്നീ രാജ്യങ്ങളുടെ എല്ലാം പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡേറ്റ വരും. ഇനി ഇന്ത്യയുടെ RBIയുടെ കഴിഞ്ഞ മീറ്റിംഗിന്റെ മിനിറ്റ്സ് ഇന്ന് മാർക്കറ്റ് ക്ലോസിംഗിന് ശേഷമാണ് പുറത്തു വരുന്നത്. അതുപോലെ US-ന്റെ PMI ഡേറ്റയും വൈകുന്നേരം വരാനുണ്ട്. അതുപോലെ GDP ഇൻഫ്ലേഷൻ ഡേറ്റകൾ US-ൽ വരാനുണ്ട്. അപ്പോൾ ഇതേ സംബന്ധിച്ചുള്ള ഒരു കോഷ്യസ് അപ്രോച്ച് ആവാൻ മാർക്കറ്റ് പൊതുവെ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാകാനുള്ള കാരണം. ഇനി മറ്റ് വാർത്തകൾ നോക്കുകയാണെങ്കിൽ AI-ൽ ഏതാണ്ട് 10 ലക്ഷം കോടി നിക്ഷേപിക്കാനായിട്ട് അംബാനി തയ്യാറാകുന്നു. ഇന്ത്യയിലെ പണപ്പെരുപ്പം 2027 4.5% ആകുമെന്നാണ് ക്രിസിൽ പറയുന്നത്. അതുപോലെ തന്നെ വാരി എനർജി ഒരു 8,000 കോടി രൂപയുടെ ഒരു വലിയ മെഗാ പ്രോജക്ട് ആന്ധ്രയിൽ തുടങ്ങുന്നുണ്ട്. TCS ഓപ്പൺ AI ആയിട്ട് ഒരു ടൈപ്പിന് ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയുടെ വളർച്ചയിൽ 25% നൽകാൻ കഴിയും എന്നാണ് ആന്ത്രോപിക്കിന്റെ CEO പറഞ്ഞത്. അതേ തുടർന്ന് പല കമ്പനികളും അലൈൻസ് ആവുന്നുണ്ട് വിദേശ കമ്പനികളുമായിട്ട്. ഇതൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണെങ്കിലും ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുള്ള മാർക്കറ്റിനെ നല്ല രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. 25,200 ആണ് അടുത്ത ഒരു സപ്പോർട്ട് കാണുന്നത്. 25,600 ലെവൽ റെസിസ്റ്റൻസ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രെയിനിങ് ആശംസിക്കുന്നു.